കേരളത്തിലെ യുവസംരംഭകത്വ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭക സംഗമമായ IEDC ഉച്ചകോടിക്ക് ഈ ക്യാമ്പസ് വേദിയായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. യുവാക്കളുടെ നവീകരണ സംരംഭകത്വ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കിക്കൊണ്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്റർ അഥവാ IEDC ഉച്ചകോടി 2025 സംഘടിപ്പിച്ചത്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ഈ സമ്മിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ് തിരുവനന്തപുരം ടു കാസർഗോഡ്. ആ ട്രെയിൻ എത്തിയപ്പോഴാണ് ഇതുവരെ കാസർഗോഡ് കാണാത്ത പല സംരംഭകരും കേരളത്തിൽ വൻകിട വ്യവസായങ്ങൾക്ക് സാധ്യത കൊണ്ട് കുറവാണെന്ന് തിരിച്ചറിഞ്ഞ സംസ്ഥാന സർക്കാർ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ലക്ഷം സംരംഭങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനമെടുത്ത് പുറപ്പെട്ടപ്പോൾ 3 ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞതാണ് കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം. ചടങ്ങിൽ കാസർഗോഡ് MLA N. നെല്ലിക്കുന്ന് അധ്യക്ഷനായി. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സംരംഭകർ ഇപ്പോൾ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ യുവാക്കളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിന്റെ ദുഃഖം എന്ന് പറയുന്നത്, നമ്മുടെ നാടിന്റെ ദുഃഖം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടില് ഒരുപാട് കഴിവുള്ള കുട്ടികൾ നമ്മുടെ നാട് വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഇങ്ങനെ ഓരോ ദിവസവും പോകുന്നുണ്ട് എന്നാണ്. ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ യുവസംരംഭകരെ ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ അഭിനന്ദിച്ചു. കേരള കേന്ദ്ര സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട, CPCRI ഡയറക്ടർ KB ഹെബ്ബാർ, കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ P. ജയപ്രകാശ്, LBS കോളേജ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ J. ജയമോഹൻ, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് CEO ജ്യോതി ശർമ്മ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബിക സ്വാഗതവും LBS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T. മുഹമ്മദ് ഷുക്കൂർ നന്ദിയും പറഞ്ഞു. സ്റ്റാർട്ടപ്പ് മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയും നാസ്കോം CEO ജ്യോതി ശർമ്മയും വേദിയിൽ വെച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ലാൻഡിംഗ് ആൻഡ് ട്രെയിനിംഗ് വെർട്ടിക്കൽ ആപ്പായ സ്റ്റാർട്ടപ്പ് മിഡിൽ ഈസ്റ്റ് ഫൗണ്ടേഴ്സ് ഹബിന്റെ ലോഗോ പ്രകാശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.